ഇന്നത്തെ സ്പെഷ്യൽ ഒരു വെട്ട് കേക്ക് റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 4 കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സോഡാപ്പൊടി അധികമായി കഴിഞ്ഞാൽ കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. മുട്ട ചേർത്ത് തയ്യാറാക്കുന്ന കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സോഡാപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല. ഒരുപാട് സോഡാപ്പൊടി ആയിക്കഴിഞ്ഞാൽ ഇത് തയ്യാറാക്കുമ്പോൾ ഒരുപാട് എണ്ണ ഇത് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അതുമാത്രമല്ല ഈ കേക്ക് ക്രാക്ക് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് സോഡാപ്പൊടി വളരെ കൃത്യമായി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇത് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ മാവ് ഞാൻ മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 4 മുട്ടയാണ് എടുക്കുന്നത്. ഈ കേക്ക് തയ്യാറാക്കുമ്പോൾ നമ്മൾ വെള്ളമോ പാലോ അങ്ങനെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ച് ചെറിയ രീതിയിൽ മാവ് ആഡ് ചെയ്യുന്നതിൻ്റെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അത് കുഴപ്പമില്ല. നമ്മൾ മുട്ട തയ്യാറാക്കിയ ശേഷം അതിലേക്കാണ് മാവ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മുട്ടയെല്ലാം ഒന്ന് പൊട്ടിച്ചെടുത്ത ശേഷം ഒരു ഹാൻഡ് വിസ്ക് വെച്ച് ഇതെല്ലാം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. മുട്ടയൊന്ന് ഉടച്ച് മാറ്റി വെച്ച ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ 4 കപ്പ് മാവിന് ഞാൻ 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഈ പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 5 ഏലക്ക കൂടെ തോല് കളഞ്ഞിട്ട് സീഡ് മാത്രമായിട്ട് ഞാനിതിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര പെട്ടെന്ന് തന്നെ മുട്ടയുമായി ഒന്ന് യോജിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊടിച്ച് ചേർക്കുന്നത്. പൊടിച്ച് തന്നെ ചേർക്കാനൊന്ന് ശ്രദ്ധിക്കുകയും വേണം. ഈ ഒരു രീതിയിൽ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറേശ്ശെയായി മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സായി വരാൻ കുറച്ചധികം സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റർ ഉപയോഗിച്ച് ഇത് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയിലേക്ക് ചേർത്ത് ഒന്ന് അടിച്ചെടുത്താലും മതിയാവും. ഞാനിത് ഒരുവിധം മിക്സായ ശേഷം മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫോമിലായ ശേഷം ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് കുറച്ചുകൂടെ എളുപ്പവും. ഇന്ന് മിക്സിയിൽ അടിച്ചെടുത്തപ്പോൾ ഈ ഒരു ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഈ തയ്യാറാക്കിയ മിക്സിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കേക്കിന് നല്ലൊരു മയം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ ബട്ടർ കൂടെ ഞാനിതിലേക്ക് ഒന്ന് മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സാധാരണ കടകളിലൊന്നും ഇങ്ങനെ ചേർക്കാറുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു പിഞ്ച് ഉപ്പാണ്. ഇനി ഈ ഒരു മിക്സിലേക്ക് ഞാൻ ഡയറക്റ്റ് മാവ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. മാവ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഒന്നിച്ച് മാവ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടണം എന്നില്ല. മാവ് ഇതിലേക്ക് കൂടുതലായി ആഡ് ചെയ്യും തോറും ഇത് കുറച്ച് സ്റ്റിക്കി ആയിട്ട് വരും. അതിനുശേഷം നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരുപാട് സ്റ്റിക്കി ആയി കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് ഹാൻഡ് വിസ്ക് കൊണ്ട് ഇത് യോജിപ്പിച്ചെടുക്കാൻ പറ്റാതാവും. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇത് നന്നായിട്ട് അപ്പോഴും കുറേശ്ശെയായി മാവ് ആഡ് ചെയ്ത് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ഒരു ഫോമിലാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴും ഇത് കയ്യിൽ കുറച്ചൊക്കെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയ ശേഷം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തിയെടുക്കണം. ഈ ഒരു സ്റ്റേജിലാണ് കേക്കിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഇത് ഹാർഡായി പോകാനേ പാടില്ല. ഒരു 10 മിനിറ്റ് സമയം വരെ ഇത് കുഴച്ചെടുക്കണം നല്ലതുപോലെ. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു സോഫ്റ്റ്നെസ്സിൽ വേണം നമുക്ക് ഈ മാവ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷം ഇനി ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാനുള്ള ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്യാം. ഇതിലൊരു സ്റ്റെപ്പ് കാണിക്കാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. കളറിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. യെല്ലോ ഫുഡ് കളർ വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കേക്കിന് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. കടകളിലൊക്കെ ഫുഡ് കളറായിരിക്കാം ചേർക്കുന്നത്. അപ്പോൾ അതത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ മാവ് കൈകൊണ്ട് ഒന്ന് ഷേപ്പാക്കിയ ശേഷം ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് പരത്തിയെടുക്കാവുന്നതാണ്. ഒരുപാട് കനം കുറച്ച് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചപ്പാത്തി റോളർ കൊണ്ട്
ഇതൊന്ന് ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു കത്തി ഉപയോഗിച്ച് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കേക്ക് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മെഷർമെൻറ്റിൻ്റെ കാര്യത്തിലാണ്. ഇതിലെന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ കേക്ക് വളരെ ഹാർഡായി പോവും. അതുകൊണ്ട് മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമ്മൾ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഇതുപോലെ ചെറിയ പീസസായി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ ഓരോ പീസും എടുത്ത് ഇതുപോലെ നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഇതിനെ വെട്ട് കേക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇങ്ങനെ കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടില്ല. എല്ലാ പീസസും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് എണ്ണയിൽ വറുത്ത് കോരാം. എണ്ണ ഒന്ന് നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരുന്ന കേക്കുകൾ ഓരോന്നായി ചേർത്ത് കൊടുത്ത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. തയ്യാറാക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ച് തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുറഭാഗം മുരിഞ്ഞു പോവുകയും അകത്തേക്ക് അധികം വേവ് കയറാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ തന്നെ ഇത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ സോഡയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നതായതുകൊണ്ട് കുറച്ച് നല്ല വലിപ്പത്തിലായിരിക്കും ഈ കേക്ക് കിട്ടുക. ഞാൻ എല്ലാ കേക്കും ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മടി കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്